التمسك بالأثر نجاه. 77-ാമത്തെ ചോദ്യം എന്താണ് അക്മിലി സൂറ? ഈ സൂറത്ത് നിങ്ങൾ മുഴുവനാക്കണം എന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പഠിക്കേണ്ട ഒരു സൂറത്താണ്. ഏതാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. അതിൻ്റെ ബാക്കി എന്താ? ജവാബിൽ കൊടുക്കുന്നത് ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. അല്ലെ, വെറും 3 ആയത്തുകളേ ഉള്ളൂ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ 3 ആയത്തുകളിൽ ഉൾക്കൊണ്ടിട്ടുള്ള ആശയങ്ങൾ വളരെ വലുതാണ്. നമ്മൾ ചുരുക്കി പറയാം. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നൊരു വാക്കുണ്ട്, അത് മാത്രം മതി നമുക്ക് ഈ സൂറത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാൻ. അദ്ദേഹം പറയും, ലൗമ അൻസലല്ലാഹു ഹുജ്ജതൻ അലാ ഖൽഖിഹി ഇല്ലാ ഹാദിഹി സൂറത ലകഫത്ഹും. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറഞ്ഞു. നമുക്കറിയാലോ ഇമാം ഷാഫിഈനെ 4 മദ്ഹബുകളുടെ ഇമാമുമാരിൽപ്പെട്ട മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, അള്ളാഹു അവൻ്റെ സൃഷ്ടികളുടെ മേൽ ഈ സൂറത്ത് മാത്രമേ ഒരു ഹുജ്ജത്ത് തെളിവായിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും സൃഷ്ടികൾക്ക് ഈ സൂറത്ത് തന്നെ മതിയാകുമായിരുന്നു എന്ന് ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നതായി കാണാം. എന്താണ് ഈ സൂറത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്? ചുരുക്കി പറയുകയാണെങ്കിൽ വൽ അസ്ർ, അള്ളാഹു പറഞ്ഞ അസ്ർ തന്നെയാണേ സത്യം. അസ്ർ നമുക്കറിയാം, അസ്ർ നിസ്കരിക്കുന്ന സമയം, ആ സമയം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യ ജിന്ന് വിഭാഗങ്ങളൊക്കെയും അവരെല്ലാ ആളുകളും ലഫീ ഖുസ്ർ, നഷ്ടത്തിൽ തന്നെയാണ്. നഷ്ടത്തിൽ തന്നെയാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൽ തന്നെയാണ്. എല്ലാ മനുഷ്യന്മാരും ജിന്നുകളൊക്കെ നരകത്തിൻ്റെ വിറകുകളാണ് എന്നാരാ പറയുന്നത്? അള്ളാഹ് പറയുന്നു. ഭാവി അറിയുന്ന, ആരൊക്കെ നരകത്ത് പോകും സ്വർഗത്ത് പോകുന്ന അറിയുന്ന മനുഷ്യ ജിന്ന് വിഭാഗങ്ങൾ സൃഷ്ടിച്ച, നരകത്തെ സൃഷ്ടിച്ച റബ്ബ് പറയാണ്, എല്ലാ മനുഷ്യ ജിന്ന് വിഭാഗങ്ങളിൽ ഓരോരുത്തരും നരകത്തിലാണ്. എന്നിട്ട് പറയാം ഇല്ലല്ലദീന, ചില ആളുകൾ ഒഴികെ. എന്നുവെച്ചാൽ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ സൂറത്തിൽ പറയുന്ന ക്വാളിറ്റികൾ നമ്മളിൽ ഉണ്ടാകൽ നിർബന്ധമാണ്, ഫർദ് ഐനാണ്. ഏതെങ്കിലും ഉസ്താദിന് മാത്രം ഉണ്ടായാൽ പോരാ, ഓരോരുത്തർക്കും, മുസ്ലിമായ ഓരോരുത്തരും ഈ ക്വാളിറ്റികൾ അവരിലുണ്ടോ എന്ന് പരിശോധിക്കൽ അനിവാര്യമാണ്. എന്തൊക്കെയാണ് ആ ക്വാളിറ്റികൾ? ഒന്നാമത് പറയുന്ന ആമനു, വിശ്വസിക്കണം, ഈമാന് വേണം. ഈമാൻ വേണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ആരെങ്കിലും വിശ്വസിക്കുന്നവർ വിശ്വസിച്ചാൽ മതിയോ? പോരാ. അല്ലാഹു പറഞ്ഞു, ഫൈൻ ആമനു ബിമിസ്ലിമ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. സ്വഹാബത്തെ, നിങ്ങളുടെ ഈമാൻ പോലെ അവരുടെ ഈമാൻ ഉണ്ടെങ്കിൽ, അവർ ഈമാൻ സ്വീകരിച്ചാൽ അവർ ഹിദായത്തിലായി എന്നുള്ള പറഞ്ഞു സൂറത്തുൽ ബഖറയിൽ 137-ാമത്തെ ആയത്ത്. അപ്പം നമ്മുടെ ഈമാൻ വെറുതെ ഈമാനായാലും പോരാ, സ്വഹാബത്തിൻ്റെ ഈമാൻ നമുക്ക് വേണം. ഒന്നാമത്തെ കാര്യം. അപ്പോൾ നമ്മുടെ ഈമാൻ സ്വഹാബത്തിൻ്റെ ഈമാൻ പോലെ നമ്മൾ പരിശോധിക്കണം, നിർബന്ധമാണ്. ഓരോ മുസ്ലിമിനും നിർബന്ധമാണ്. പിന്നെ പറയുന്നത് വഅമിലുസ് സ്വാലിഹാത്ത്, വിശ്വാസം മാത്രം മതിയോ? പോരാ, അമൽ, പ്രവർത്തനങ്ങളും വേണം. വെറുതെ എന്തെങ്കിലും കുറേ, നമ്മൾ നേരത്തെ പറഞ്ഞു ഹൗദിലേക്ക് വന്ന് തടയപ്പെടുന്ന ആളുകളുടെ അവസ്ഥ, അവർ കുറേ പ്രവർത്തിച്ചിട്ടുണ്ട്, പണിയെടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ് വരുന്നത്. പക്ഷേ എന്തെങ്കിലും ചെയ്തത് കൊണ്ടായില്ല, കുറേ ചെയ്തത് കൊണ്ടും ആയില്ല. വഅമിലുസ് സ്വാലിഹാത്ത്, സ്വാലിഹായ അമലുകൾ ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് പഠിക്കേണ്ടി വരും? സ്വാഭാവികമായിട്ട് എപ്പോഴാണ് ഒരു അമൽ സ്വാലിഹാവുക? അതിനെന്തൊക്കെ കണ്ടീഷനുകൾ, എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ പഠിക്കണം. അത് പഠിക്കാതെ വേറൊരു നിവൃത്തിയില്ല, പഠിക്കുക തന്നെ വേണം. പിന്നെയോ ഇത്രയും ഈമാനും അമലും മാത്രം മതിയോ? കഴിഞ്ഞില്ല. വതവാസൗ ബിൽ ഹഖ്. മൂന്നാമത്തെ കാര്യം, നമ്മൾ അറിഞ്ഞ ഈ ഹക്കുണ്ടല്ലോ, സ്വഹാബത്തിൻ്റെ ആദർശം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതറിയാത്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും, കുടുംബത്തിലുണ്ടാവും, കൂട്ടുകാരിലുണ്ടാവും, നാട്ടുകാരിൽ, അയൽക്കാരിലൊക്കെ ഉണ്ടാവും. അവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മൾ മിണ്ടാതിരുന്നാൽ പോരാ, മറ്റുള്ളവർക്ക് എങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ എത്തിച്ചു കൊടുക്കണം. നേരിട്ട് പറയാൻ പറ്റും, നേരിട്ട് പറയണം. സൂചനകൾ നൽകാൻ പറ്റുന്ന സൂചനകൾ നൽകണം. വാട്സപ്പിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ കാര്യങ്ങളിലൂടെ അയക്കാൻ പറ്റുന്നത് അയച്ചു കൊടുക്കണം. എങ്ങനെയൊക്കെ നമുക്ക് സാധിക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളറിഞ്ഞ ഹക്ക് അത് മറ്റുള്ള ഹക്ക് അറിയാത്ത ആളുകളിലേക്ക് മാക്സിമം എത്തിച്ചു കൊടുക്കണം. പിന്നെയോ അവസാനത്തെ കാര്യം വതവാസൗ ബിസ്സബ്ർ, സ്വബർ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് വെച്ചാൽ ഇതൊന്നും എളുപ്പമുള്ള കാര്യമില്ല. ഇതൊക്കെ ചെയ്യണമെന്ന് അറിയുന്ന എത്ര ആളുകളുണ്ട്. ഇതൊന്നും പഠിക്കാതെ, ഇതൊന്നും അന്വേഷിക്കാതെ, ചോദിച്ചറിയാതെ പിന്നെയും ജീവിതം നാട്ടുകാർ ജീവിക്കുന്ന പോലെ മുന്നോട്ട് തള്ളി നിൽക്കുന്ന എത്രയോ ആളുകൾ മുസ്ലിമീങ്ങളിലുണ്ട്. കാരണം ഇത് പഠിക്കുക,
ഇതൊക്കെ അന്വേഷിക്കുക, ചോദിച്ചുറപ്പ് വരുത്തുക എന്നുള്ള കുറച്ച് എഫേർട്ട് വേണ്ട വിഷയം, കുറച്ച് പ്രയാസമുള്ള വിഷയം. അതിന് സുബർ വേണം. സുബറില്ലാത്തവന് അവൻ്റെ ഈമാനും ശരിയാക്കാൻ കഴിയില്ല, അമൽ സ്വാലിഹാക്കാനും കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. സുബറില്ലാത്തവന് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയില്ല. സ്വർഗത്തിലേക്ക് എത്താൻ വേണ്ട ഇൽമോ അമലോ ഒന്നും അവന് കരസ്ഥമാക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾക്ക് ഈ ഒരു ജീവിതം പരീക്ഷണത്തിൻ്റെ ജീവിതമാണ്, നമുക്ക് ശരിക്കുള്ള ജീവിതം പരലോകത്തിലാണ് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടെ ഇവിടെ നിന്നുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുക, സാരില്ല പോട്ടെന്ന് വയ്ക്കുക. എന്നിട്ട് ആ പ്രയാസങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട്, ക്ഷീണങ്ങളൊക്കെ പരിഗണിക്കാതെ, ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ചുകൊണ്ട് നമ്മൾ പഠിക്കാനിറങ്ങുക. സ്വഹാബത്തിന് ആദർശം ആദ്യം പഠിച്ചു തുടങ്ങുക. പിന്നെ നമ്മൾ ചെയ്യുന്ന അമലുകളൊക്കെ സ്വാലിഹാണോ എന്ന് പരിശോധിക്കാൻ തുടങ്ങുക. എന്നിട്ട് പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് തുടങ്ങുക. അങ്ങനെ അതിൽ ഉറച്ചു നിൽക്കുക മരണം വരെ. അതാണ് സബർ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആകുന്നത് വരേക്കും നമ്മൾ നരകത്തിൻ്റെ അവകാശികളാകും. നരകത്തിന് രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് അള്ളാഹു ഈ സൂറത്തിൽ പഠിപ്പിച്ചു തരും. വളരെ അർത്ഥവത്തായ സൂറത്ത്, ചെറിയൊരു സൂറത്ത്, വലിയ ആശയം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും ഈ സൂറത്തിലും മറ്റുള്ള സൂറത്തുകളിലൊക്കെ അടങ്ങിയ ഒരുപാട് അറിവുകൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ചുള്ള നല്ല നല്ല മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.